ഹായ് അസ്സലാമലൈക്കും. നമ്മൾ കല്യാണ വിശേഷങ്ങളാണ് കേട്ടോ. 12 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അവരുടെ നിക്കാഹായിരുന്നു ഇന്നലെ. അവരുടെ പ്രണയത്തെപ്പറ്റി രണ്ടുപേരും തുറന്നു പറയുന്ന വീഡിയോസാണ്. അവരുടെ സേവ് ദ ഡേറ്റ് വെഡ്ഡിങ്ങിൻ്റെ ഫുൾ പിക്ചേഴ്സ് ഫോട്ടോഷൂട്ട് നടത്തിയത് നമ്മുടെ പെരിന്തൽമണ്ണയിലെ ക്യാപിറ്റോൾ തിയേറ്ററാണ്. അടിപൊളി വീഡിയോസാണ് കേട്ടോ. അവരുടെ വീഡിയോസും ഫോട്ടോസൊക്കെ ഒന്നും പറയാനില്ല. നമുക്കൊന്നും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ട. പിന്നെ കുറേ ടേക്ക് എടുത്ത് നമ്മളെ വിഷമിപ്പിക്കൊന്നുമില്ല. അതാണ് ആ ഫോട്ടോഗ്രാഫറുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ആരെങ്കിലും വെഡ്ഡിങ്ങിനൊക്കെ ഫോട്ടോഗ്രാഫറെ തിരയുകയാണെങ്കിൽ പെരിന്തൽമണ്ണയിലുള്ള ക്യാപിറ്റോൾ തിയേറ്ററിനെ സജസ്റ്റ് ചെയ്യുന്നു ഞാൻ. ഇൻസ്റ്റാഗ്രാം വരുന്നതിന് മുമ്പേ അവരുടെ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? ഇന്നത്തെ പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. നിങ്ങളുടെ ടീം ഉണ്ടല്ലോ, നമ്മളെ സേവ് ദ ഡേറ്റ് മുതൽ സേവ് ദ ഡേറ്റ് ആണ് ഏറ്റവും അടിപൊളി. സേവ് ദ ഡേറ്റ് എടുത്തിട്ട് ഇപ്പം ഇന്ന് കല്യാണത്തിൽ വന്നവരെ പറയാം സേവ് ദ ഡേറ്റ് അടിപൊളിയായി. ആരെടുത്ത് എങ്ങനെ ടീം ഞങ്ങൾ ഗുദാം കഫേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ സെർച്ച് ചെയ്തു ഗുദാം കഫേയിൽ. അപ്പോൾ ഞങ്ങൾ പ്ലാനിങ് ഉണ്ടായിരുന്നു മുമ്പ് ചെയ്ത ടീം ചെയ്യാത്ത എന്തെങ്കിലും ഒരു വെറൈറ്റി സാധനം. പക്ഷേ ഞങ്ങളത് ക്രിയേറ്റ് ചെയ്തപ്പോൾ നിങ്ങളത് പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. ഔട്ട് വന്നപ്പോഴല്ലേ ക്യാപിറ്റൽ തിയേറ്റർ. അതിലെ സത്യം പറഞ്ഞാൽ ഷോളിന്റെ ഫോട്ടോ അല്ലേ, അത് ഞങ്ങൾ അത്രയും പ്ലാൻ ചെയ്തതാ. പക്ഷെ നമ്മൾ ഫോട്ടോ ജസ്റ്റ് 3-4 ടേക്ക് എടുത്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ കഴിഞ്ഞപ്പോ ഞങ്ങൾ സത്യം പറഞ്ഞത് ശരിയാവുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ വന്നപ്പോ അത് അടിപൊളി ഒരു മണിക്കൂറിന്റെ ഉള്ളിലാണ് നമ്മൾ പിന്നെ. അപ്പൊ നിങ്ങള് ഹാപ്പിയാണ്? നിങ്ങള് പിന്നെ നമുക്ക് പണ്ടോട്ടേ ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. എത്രയോ വർഷം മുന്നേ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ അതായി നിൽക്കുമ്പോഴേ നിങ്ങളെ വീഡിയോസ് ഒക്കെ കണ്ട് യൂട്യൂബിലാണ് ഫസ്റ്റ് തന്നെ കണ്ടു തുടങ്ങിയത്. അങ്ങനെ കണ്ടിരുന്ന് നമ്മൾ അങ്ങനെ ഫോളോ ചെയ്തു. അപ്പൊ ഞാനും ഒരു സജഷൻ കൊടുത്തു, ഇങ്ങനെ ഒരു ടീം ഉണ്ട് ഇവിടെ പെരിന്തൽമണ്ണ. അങ്ങനെ അവ സെർച്ച് ചെയ്തിട്ട് ഞങ്ങളെ കിട്ടിയത്. ഇവിടെ തന്നെയാണ്. ഇതിൽ എനിക്ക് തോന്നുന്നത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ടീം പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഒരു 3, 4, 5 ഒക്കെ ആയിട്ടുണ്ടാവും. ഇനിയിപ്പോ 11-ാം തീയതി ഇവർക്ക് ഇവിടെ ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ കൂട്ടത്തിൽ അല്ലേ, അമിതാക്കാന്റെ മോളത് 11-ാം തീയതി. പിന്നെ നിങ്ങൾ നേരത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമ്മളെ ഒരു ഇതിൽ, അതായത് നിങ്ങളിപ്പോൾ ലവ് മാരേജ് ആണ്. അതിപ്പോൾ എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഇപ്പൊ ഒരു 10 വർഷമൊക്കെ ആയി. 2015-14 അല്ലേ, 11 വർഷമായി. അപ്പൊ അന്ന് ഈ എത്രല്ല പഠിക്കണേ? ആരും കേക്കണ്ട, 6-ാം ക്ലാസ്സിലാണ് പഠിച്ചത്. 8, 6. അതെ. പിന്നെ വീടും അടുത്തടുത്തുള്ള വീടാണ്. എങ്ങനെയാണ് ഇത്, എങ്ങനെയാണ് ആരത് പ്രപ്പോസൽ ചെയ്തത്? അതായത് ഇങ്ങനെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് വന്ന് പറഞ്ഞു, ഡയറക്റ്റ് വന്ന് പറയാം ഇതുവരെ പറഞ്ഞിട്ടില്ല അവന്. ഇതുവരെ ഇല്ല, ഇപ്പോൾ ഈ ഒരു നിമിഷം കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല ഡയറക്റ്റ് ആയിട്ട്. രണ്ടാളുടെ ഇഷ്ടങ്ങൾ രണ്ടാളും സ്വയം വളഞ്ഞല്ലോ, പിന്നെ ഇപ്പൊ പറയണ്ടല്ലോ. പിന്നെ ഒന്നും കൂടെ വളക്കേണ്ട ആവശ്യമില്ല. അപ്പൊ കൊള പെയ്യുള്ളൂ. ഞങ്ങള് പിന്നെ അങ്ങനെ സെറ്റ് ആയിട്ട് ഒക്കെ ആദ്യം ഒരു കോമഡി തമാശ ബേസിൽ അങ്ങനെ ആദ്യം നമ്മൾ ഇത്ര സീരിയസ് ആവുന്ന വിചാരിച്ചില്ല. പിന്നെ വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു സപ്പോർട്ട്? വീട്ടിൽ ആദ്യം സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ പറയും ഫസ്റ്റ് നമ്മൾ വീട്ടിൽ എങ്ങനെ പറയേണ്ടത് ഇങ്ങനെ ആലോചിച്ച് കുറച്ചിരുന്നു. പക്ഷെ പറഞ്ഞപ്പോ വളരെ സ്മൂത്ത് ആയിരുന്നു. ഒരു നമ്മളെ പോലെ ചില്ലായിരുന്നു. പിന്നെ ആ സൗദി പോണ ടൈമായി. സൗദി പോണ ടൈമിൽ വീട്ടിൽ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കൊണ്ടു, ഇനി പോയി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോയത്. ഇപ്പൊ ഓളെ പപ്പാട് പറഞ്ഞപ്പോ ആരെ സൈഡിൽ ഒരു എതിർപ്പില്ല. വീട്ടുകാരൊക്കെ ഫുൾ സെറ്റ്. അത് നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം. സാധാരണ പിന്നെ പണ്ടത്തെ പോലെ നല്ല എല്ലാ ആളുകൾക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഏറ്റവും നല്ലൊരു ജീവിത പങ്കാളി തെരഞ്ഞെടുക്കാൻ ഏറ്റവും ഫസ്റ്റ് ഓപ്ഷൻ പിന്നെ ഉപ്പിമ്മി പറയുന്നത് കേൾക്കേണ്ടെന്നല്ല, പക്ഷേ നമുക്ക് കംഫർട്ടാണ് തോന്നുന്ന ഒരാള് വാപ്പാക്കും ഉമ്മാക്കും നമ്മുടെ കുടുംബത്തിനും ഓക്കെ ആണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അപ്പൊ നിങ്ങളെ കാര്യത്തിൽ നിങ്ങൾ നല്ല ഭാഗ്യവതി. നടത്തിയത് അത് എനിക്ക് മനസ്സിലായി. ഇവിടെ അതായത് ഓരോ ഫംഗ്ഷനിലും നിങ്ങളെ ഫാമിലീസിന്റെ എനിക്ക് മനസ്സിലായി. പറഞ്ഞു സ്റ്റേജ്, ഓഡിറ്റോറിയം, എന്തും നിങ്ങൾ ഇഷ്ടമുള്ള ഫുഡ് സെറ്റ് ചെയ്തോ. അതെ, എല്ലാത്തിനും നിന്ന് തരും, അതേമാതിരി ചെയ്തു. ആരാണേലും ഞങ്ങളെ സൈഡിൽ ഫുൾ സെറ്റ് ചെയ്യണം. അൽഹംദുലില്ലാഹ്. ഇപ്പൊ ഈ ക്യാപിറ്റൽ തിയേറ്ററിലേക്ക് വന്നത് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. എന്റെ മോന് അവന്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവന് ഞാൻ മണ്ണാർക്കാട് ഞാൻ പറഞ്ഞല്ലോ, മണ്ണാർക്കാട് ഒരു കല്യാണത്തിൽ ഞാൻ പങ്കെടുക്കാൻ എന്നോട് പറഞ്ഞു നിർബന്ധമായിട്ട് നിങ്ങൾ പങ്കെടുക്കണം. പക്ഷെ ഇവൻ എനിക്ക് ഒരു സ്വൈര്യം തരണ്ടേ, അല്ലെങ്കിൽ നടക്കൂല പറ്റൂല പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ട്രാക്ക് മാറ്റി.
മോൻ്റെ അടുത്തൊരു ക്യാമറയും കൊടുത്തിട്ട് മോനെ മണ്ണാർക്കാട്ട് കൂട്ടും. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ എനിക്ക് ഫീഡ്ബാക്ക് കിട്ടി, നിങ്ങൾ ഇല്ലെങ്കിലും നിങ്ങളെ മോനെ അടിപൊളിയാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരു പ്രശ്നമല്ല, ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്ക് ഒരു ഫംഗ്ഷൻ ഒരു ദിവസം 2 ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ നമ്മൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് ഒരാൾ പോയാലും തീർച്ചയായിട്ടും. പിന്നെ ഈ ചെർപ്പളശ്ശേരി ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ഈ പറഞ്ഞ നിങ്ങളെ കുടുംബത്തിൽ കണ്ടിട്ട് തന്നെ അതല്ലാതെ വേറെ കുറേ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളതൊക്കെ ഞാൻ പല സ്ഥലങ്ങളിലായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ക്വാളിറ്റി തീർച്ചയായിട്ടും. അപ്പോൾ സേവ് ദ ഡേറ്റ് നമ്മൾ ആദ്യം ചെയ്തു, അത് അടിപൊളിയായി, ഭയങ്കര ക്ലിക്കായി. ഇപ്പോൾ കല്യാണം നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഷൂട്ട് ചെയ്ത് ഏകദേശം കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ടും ഷാനുവിനെ കാരണം ചെയ്യാം, മോനെ കൊണ്ട് തന്നെ കാരണം ചെയ്യിപ്പിക്കാം. അപ്പോൾ നിങ്ങൾ ഹാപ്പിയാണ്? ക്യാപിറ്റോളിനെ സെലക്ട് ചെയ്തിൽ നിങ്ങൾ ഞങ്ങൾക്ക് നല്ലൊരു കപ്പിളിനെ കിട്ടിയിൽ ഞങ്ങളും ഹാപ്പിയാണ്. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങളെ കല്യാണത്തിൽ നിന്ന് കണ്ട് വേറെ ഒരുപാട് കല്യാണങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യാനുള്ള ഔട്ട്പുട്ട് ഞങ്ങൾക്ക് തരാനും കഴിയും. അതിപ്പോ പകുതി മുക്കാൽ ഞങ്ങൾ വന്നവരൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ചോദിക്കുന്നുണ്ട് ആരാണ് ചെയ്തതെന്നുള്ളത്. ഒരു ഫോട്ടോ കണ്ട് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇതുണ്ടാവും. അപ്പോൾ ഏതായാലും ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് ഒരുപാട് നന്ദി. അപ്പോൾ രണ്ടാളും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങൾ അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. നല്ല ഫോട്ടോഗ്രാഫറെയാണോ നിങ്ങൾ തരുന്നത്? ഞാൻ സജസ്റ്റ് ചെയ്യുക ക്യാപിറ്റൽ തിയേറ്ററിനെയാണ്. അടിപൊളിയാണ്, പക്കയായിട്ട് അവരുടെ ഫോട്ടോഷൂട്ട്. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുക്കാം കേട്ടോ.